എല്ലാം മുടക്കുകയാണ്. മുടക്കികളുടെ ഒരു ലോകം. അങ്ങനെ നമ്മൾ മുടക്കികളാകാൻ പാടില്ല. വെള്ളിയാഴ്ച ജുമാ നിസ്കാരം നിർബന്ധമാണ്. പെരുന്നാൾ നിസ്കാരം നമുക്ക് സുന്നത്ത് മുഅക്കദത്ത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതുകൊണ്ട് പെരുന്നാൾ നിസ്കരിക്കുകയും വേണം, അതോടുകൂടെ തന്നെ ജുമഅയും നിസ്കരിക്കണം. ജനങ്ങളുടെ ഫർദായ ജുമഅ പെരുന്നാളിന്റെ അന്ന് നഷ്ടപ്പെടുത്തുന്ന ആളുകളെക്കാൾ വലിയ അക്രമികൾ വേറെ ആരാണ്? അള്ളാഹുവിന്റെ ദീനിനോട് അക്രമം ചെയ്യുന്നവർ. മുഅ്മിനീങ്ങൾ അത്തരത്തിലുള്ള ഒന്നിലും പെട്ടുപോകരുത്. പ്രിയപ്പെട്ട പേരോട് ഉസ്താദെ, വളരെ സ്നേഹത്തോടുകൂടി പറയട്ടെ, നോമ്പാണ്, നോമ്പോർക്കാൻ സമയമായി, വെള്ളിയാഴ്ച ദിനാണ്, താങ്കൾക്കറിയാമല്ലോ. ഞാൻ സത്യം ചെയ്തവരാണ്, സ്നേഹത്തോടുകൂടിയാണ് പറയുന്നത്. നൂറുകണക്കിന് ആളുകൾ, അല്ല ആയിരക്കണക്കിന് ആളുകൾ ആദരിക്കുന്ന, വളരെയേറെ ആദരിക്കുന്ന ഒരു പണ്ഡിതനാണ് താങ്കൾ. ധാരാളം കിതാബുകൾ താങ്കൾ വായിച്ചിട്ടുണ്ട്. താങ്കൾ കിതാബ് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. അങ്ങനെ പറഞ്ഞാൽ അത് കളവാണ്. ഈ കിതാബുകളൊക്കെ എഴുതിയ മഹാന്മാരായ ഇമാമുകളുടെ ശൈലിയും താങ്കൾക്കറിയാം. എന്നിട്ട് താങ്കൾ എന്തിനാണ്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോ. പക്ഷെ എതിരഭിപ്രായം പറയുന്നവരെ നന്മ മുടക്കികൾ, അതുപോലെ തന്നെ അക്രമം ചെയ്യുന്നവരെന്നൊക്കെ പറയുമ്പോൾ ഇതേ അഭിപ്രായം പറഞ്ഞ പൂർവ്വകാല പണ്ഡിതന്മാരുണ്ടല്ലോ, ആ വാക്കുകൾ അവരിലേക്ക് ചെന്നെത്തിപ്പെടൂലേ? നോക്കൂ, ഇത് നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഗ്രന്ഥമല്ലേ? ഇമാമുൽ ഉംറാനി ഹിജ്റ 558 മരണപ്പെട്ട ഇമാമുൽ ഉംറാനിയുടെ ഏറ്റവും പ്രസിദ്ധമായ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്. അൽ ബയാൻ ഫി ഫിഖ്ഹിൽ ഇമാമി ഷാഫി. 10ലധികം വോള്യങ്ങളുള്ള ഗ്രന്ഥം. ഇതിന്റെ 2ാം വോള്യത്തിൽ ഇതേ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. വൈൻ ഇത്തഫഖൽ ഈദു ഫി യൗമിൽ ജുമുഅ വജബത്തിൽ ജുമുഅത്തു അലാ അഹ്ലിൽ മിസ്ർ. വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ, ആ പെരുന്നാൾ യോജിച്ചാൽ പട്ടണവാസികൾക്ക് ജുമുഅ വാജിബ് തന്നെയാണ്. താങ്കൾ പറഞ്ഞ അതേ അഭിപ്രായം. വലാ തസ്കുത്തു അൻഹും ബി ഫിഅലിൽ ഈദ്. പെരുന്നാൾ നിസ്കരിച്ചു എന്ന് വിചാരിച്ചിട്ട് ജുമുഅ നമസ്കാരത്തിന്റെ നിർബന്ധം ഒഴിവാവുകയില്ല. വബിഹി ഖാല അക്സറുൽ ഫുഖഹ. ഇതാണ് ഭൂരിഭാഗം ഫുഖഹാഇന്റെയും അഭിപ്രായം. എന്നിട്ട് തൊട്ട് താഴെ പറയാണ് വഖാല അത്താ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആരാണ് അത്താ? ആയിഷ ബീവി, ഉമ്മു സൽമ, ഉമ്മു ഹാനി, ഇബ്നു അബ്ബാസ്, അതുപോലെ തന്നെ അബ്ദുല്ലാ ഇബ്നു സുബൈർ പോലുള്ള ധാരാളം സഹാബികളിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളാണ്. ആ അത്താവ് പറയാണ്, അങ്ങനെ യോജിച്ചു വന്നാൽ യുസല്ലിൽ ഈദ, പെരുന്നാൾ നമസ്കരിക്കും, വയത്തുറുക്കുൽ ജുമുഅ ഒഴിവാക്കും, വലാ സലാത്ത ഫി ഹാദൽ യൗമി ഇലൽ അസ്ർ. ഈ ദിവസം പിന്നെ അസ്ർ വരെ വേറെ നിസ്കാരമില്ല. അതായത് വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നാൽ പെരുന്നാൾ നിസ്കരിച്ച് പിന്നെ അസ്ർ വരെ വേറൊരു നിസ്കാരം ഇല്ല. അതാണ് അത്താഇന്റെ അഭിപ്രായം. എന്നിട്ട് അതിനുശേഷം പറയാണ് വഖാല അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, യസ്കുത്തു അൻഹു ഹുളൂറുൽ ജുമുഅ അവനിൽ നിന്ന് ഒഴിവാകും. വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്ന് ഒരാൾ പെരുന്നാൾ നിസ്കരിച്ചാൽ യസ്കുത്തു അൻഹു അവനിൽ നിന്ന് ഒഴിവായി പോകും. ഹുളൂറുൽ ജുമുഅക്ക് ഹാജരാവുക എന്ന നിർബന്ധം അവനിൽ നിന്ന് ഒഴിവായി പോകും. ആരാ പറയുന്നത്? അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല. എന്നിട്ട് തൊട്ടടുത്ത് വീണ്ടും പറയാണ് വഹുക്കിയ അൻ അബ്ദുല്ലാഹിബിൻ സുബൈർ. അബ്ദുല്ലാഹിബിൻ സുബൈറിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അന്നഹു സല്ലൽ ഈദ വതറക്കൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നാൽ അദ്ദേഹം പെരുന്നാൾ നമസ്കരിക്കും, ജുമുഅ ഒഴിവാക്കും. ഫആബഹു ബഅദു ബനി ഉമയ്യ. ഇത് അറിഞ്ഞപ്പോ ബനു ഉമയ്യയിൽപ്പെട്ട പല ആളുകളും അബ്ദുല്ലാഹിബിൻ സുബൈറിനെ കുറ്റപ്പെടുത്തി. ഫഖാല ഇബ്നു സുബൈർ, താങ്കൾ കുറ്റപ്പെടുത്തിയ പോലെ, ഫഖാല ഇബ്നു സുബൈർ, അപ്പൊ അബ്ദുല്ലാഹിബ്നു സുബൈർ പറഞ്ഞു, ഹാകദ കാന യസ്നഉ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഞാൻ ഈ ചെയ്തതുപോലെയാണ് വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത്. അദ്ദേഹം പെരുന്നാൾ നമസ്കരിക്കും, ജുമുഅ ഒഴിവാക്കും. ഫബലഗ ഇബ്നു അബ്ബാസിൻ ഫിഅലു ഇബ്നു സുബൈർ. അബ്ദുല്ലാഹിബ്നു സുബൈർ ചെയ്ത ഈ പ്രവൃത്തിയുടെ വിവരം ആർക്ക് കിട്ടി? ഇബ്നു അബ്ബാസിന് വിവരം കിട്ടി. എന്ത്? വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നപ്പോ അബ്ദുല്ലാഹിബ്നു സുബൈർ പെരുന്നാൾ നിസ്കരിച്ച് ജുമുഅ ഒഴിവാക്കി എന്നുള്ള വിവരം ആർക്കെത്തി? ഇബ്നു അബ്ബാസിനെത്തി. വക്കാന ഗായിബൻ ഫിൽ യമൻ. ആ സമയത്ത് അദ്ദേഹം യമനിലായിരുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഫഖാല, അപ്പൊ ഇബ്നു അബ്ബാസ് ഈ വിവരം കിട്ടിയപ്പോ പറഞ്ഞു, അസ്വാബ സുന്ന, അദ്ദേഹം സുന്നത്ത് പിൻപറ്റി, സുന്നത്തിന്റെ പ്രതിഫലം അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം വീണ്ടും പല ആളുകളെ ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് ഉദ്ധരിച്ചൊക്കെ ശേഷം പറഞ്ഞു, ഇതൊക്കെയാണെങ്കിൽ ഞങ്ങൾക്കുള്ള തെളിവ് ഈ ഹദീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജുമുഅ നിർബന്ധമാണ് എന്ന് തെളിവ് ഉദ്ധരിക്കുകയാണ് ഷാഫി മദ്ഹബ് പ്രകാരം ഇമാമുൽ ഉംറാനി. നോക്കൂ, എതിരാളികളുടെ അഭിപ്രായമൊക്കെ ഉദ്ധരിച്ചു. അവര് നന്മ മുടക്കികളാണെന്ന് ഇതിൽ പറഞ്ഞു.
അവർ അക്രമകാരികളാണെന്ന് പറഞ്ഞോ? മുസ്ലിം ഉമ്മത്തിനോട് അക്രമം ചെയ്തവരാണെന്ന് പറഞ്ഞോ? ഇങ്ങനെയുള്ള ഒരു ശൈലിയാണോ ഇമാമുകളുടെ ശൈലി? പ്രിയപ്പെട്ട പേരോട് ഉസ്താദെ, അപ്പൊ ആ ശൈലി താങ്കൾക്കും സ്വീകരിച്ചൂടെ? പിന്നെ താങ്കളോട് സ്നേഹത്തോടു കൂടി ഒന്ന് ചോദിക്കാൻ, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. ലോക മുസ്ലിം ഉമ്മത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ചോക്ക്. എപ്പോ നമ്മുടെ തലയിൽ മിസൈൽ വീഴും എന്നുള്ളിടത്തല്ലേ കാര്യം. പള്ളിയുടെ മേലും തലയിൽ വീഴും. നിങ്ങൾക്കറിയില്ലേ, അബ്ദുല്ലാഹിബ്നു ഉമർ കൂഫയിൽ പോയപ്പോ ഒരാൾ വന്ന് ചോദിച്ചു, ഉംറക്ക് ഇഹ്റാം കെട്ടിയിരിക്കെ, അല്ലെങ്കിൽ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം കെട്ടിയ ഒരാള് പിന്നെ കൊതുകിനെ കൊല്ലാൻ പറ്റും? അപ്പോ ഹില്യത്തുൽ ഔലിയയിൽ അത് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അബ്ദുല്ലാഹിബ്നു ഉമർ ചോദിക്കാണ്, നിങ്ങൾ ഇറാഖിയല്ലേ? അതെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രന്റെ രക്തം ചിന്തിയ സ്ഥലമല്ലേ ഇത്? അതെ. അവിടെ നിന്നാണോ നിങ്ങൾ കൊതുകിന്റെ രക്തത്തെ കുറിച്ച് എന്നോട് ചോദിക്കുന്നത്? നോക്കൂ, ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയമൊന്ന് മാറ്റി പിടിക്കണം ഉസ്താദെ. ഇതൊക്കെ ആളുകൾക്ക് താല്പര്യമില്ലാതായി. പക്ഷെ നിങ്ങൾക്ക് പറയാം ഇസ്ലാമിന്റെ അഭിപ്രായം. മറ്റുള്ളവരെ ഇങ്ങനെ പുച്ഛിച്ചു, നന്മ മുടക്കി, അക്രമം ചെയ്തു, എങ്ങനെ ശ്വാസം പിടിച്ച് ഈ ശൈലിയൊക്കെ ഒഴിവാക്കി ഒന്ന് സംസാരിക്കാൻ എന്റെ പ്രിയപ്പെട്ട ഉസ്താദെ സ്നേഹത്തിൽ പറയാണ്.